ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വള്ളസദ്യക്ക് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഞാനിപ്പോൾ ഈ വള്ളസദ്യ നടക്കുന്ന സ്ഥലത്താണ് ഉള്ളത്. നമുക്ക് കാണാൻ സാധിക്കും വിഭവങ്ങളെല്ലാം ഇലയിൽ വിളമ്പിക്കഴിഞ്ഞു. ഈ വിഭവങ്ങളുടെ എണ്ണക്കൂടുതൽ കൊണ്ടാണ് ആറന്മുള വള്ളസദ്യ ലോക പ്രശസ്തമായിട്ടുള്ളത്. ഇപ്പോൾ ഓണക്കാലമാണ്, വലിയ തിരക്കാണല്ലേ? അതെ, ഓണക്കാലമാണ്, നല്ല തിരക്കാണ്. ഒത്തിരി ആൾക്കാർ ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് എത്തിയാണ്. പക്ഷേ വരുന്നവർക്ക് മാക്സിമം അന്നദാനം നമ്മുടെ വള്ളസദ്യ കൊടുക്കുവാനുള്ള ശ്രമമുണ്ട്. അത് കൂപ്പൺ മൂലം ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പം പറഞ്ഞേക്കുന്നതിലും കൂടുതലും ഒക്കെ ഞങ്ങൾ കരുതുന്നുണ്ട് ഓണക്കാലമായതുകൊണ്ട്. വഴിപാടായിട്ടാണ് ആറന്മുള വള്ളസദ്യ ഇവിടെ നടക്കുന്നത്. ഇന്ന് എത്ര വഴിപാടാണുള്ളത്? എത്ര പള്ളിയോടങ്ങൾ ഇന്ന് പങ്കെടുക്കുന്നുണ്ട്? ഇന്ന് ഏകദേശം 16ഓളം പള്ളിയോടങ്ങളുണ്ട്. നേരത്തെയൊക്കെ ഞങ്ങൾക്ക് 15ഉം 14 നടത്താൻ പറ്റും. ഇപ്രാവശ്യം ഞങ്ങൾ ഈ സമയം കുറച്ചുകൊണ്ട് കൂടുതൽ സദ്യാലയം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പുറത്ത്. നമുക്ക് ഇല കാണാം, ചോറ് വിളമ്പിയിട്ടില്ല. ബാക്കിയുള്ള എല്ലാ വിഭവങ്ങളും, പപ്പടം ഉൾപ്പെടെ എല്ലാ വിഭവങ്ങളും ഇവിടെ നിരന്നു കഴിഞ്ഞു. ഇതിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിഭവങ്ങളുടെ എണ്ണ കൂടുതലാണ്. എന്തൊക്കെയാണ് വിഭവങ്ങളൊന്ന് പറയാമോ? വിഭവങ്ങളെല്ലാം നമ്മൾ വിളിച്ചു ചോദിക്കുന്ന വിഭവങ്ങളുണ്ട്. പിന്നെ അതുപോലെ 20 കൂട്ടം വിഭവങ്ങൾ വിളിച്ചു ചോദിക്കുന്നുണ്ട്. ബാക്കി ഉള്ളതാണ് നമ്മൾ ഇലയിൽ ഇപ്പം വിളമ്പിയിരിക്കുന്നത്. ഇനി ഓരോരോ കാര്യങ്ങൾ, പമ്പാ തീർത്ഥം ചോദിക്കും, അത് കഴിഞ്ഞ് ഉണ്ണിയുണ്ട്, ഭഗവാന് നേദിച്ചത് ചോദിക്കും, പിന്നെ അതിനുശേഷം ഉണ്ട് ശർക്കര ചോദിക്കും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വിളിച്ചു ചോദിക്കുന്ന 20 വിഭവങ്ങൾ കൊടുക്കും. വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോട് കൂടിയാണ് ആറന്മുള വള്ളസദ്യ അരങ്ങേറുന്നത്. ഈ വഞ്ചിപ്പാട്ടിന്റെ ആ ഒരു ഇനത്തിൽ വിഭവങ്ങൾ ഓരോന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന വിഭവങ്ങളുണ്ട്. അരവണ പായസമാണ് ഇപ്പോൾ ചോദിച്ചത്. പായസം അടക്കം നിരവധി 20ഓളം വിഭവങ്ങൾ. ഇപ്പം ഏറ്റവും കൂടുതലുള്ള ഓരോരോ കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്കറിയാം. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്ന മുറയ്ക്ക് കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു ചടങ്ങ്. അത് ഉണ്ട്, ശർക്കരയുണ്ട്, പിന്നെ പാളത്തൈരുണ്ട്, പിന്നെ ചുട്ടരച്ച ചമ്മന്തിയുണ്ട്, പുളിശ്ശേരിയുണ്ട്, അങ്ങനെ ഓരോരോ തേൻ മാമ്പഴം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ട്, ശർക്കര ഇട്ട്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ട്. ഓണക്കാലത്ത് ആറന്മുള വള്ളസദ്യ ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു അനുഭവം തന്നെയാണ്. അത് ശരിക്കും ഭക്തരെ സംബന്ധിച്ചൊരു വലിയ അനുഭവമാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ വരുന്ന എല്ലാ തിരുവാറന്മുളയപ്പൻ്റെ ഒരു ഏറ്റവും ഇഷ്ടമുള്ള ഒരു വഴിപാടാണ് വള്ളസദ്യ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ സാധിച്ചിട്ട് കാര്യസിദ്ധിക്ക് വേണ്ടി വഴിപാടാണ്. അപ്പോൾ അങ്ങനെ നടത്തിയിട്ടുള്ള 560ഓളം വള്ളസദ്യകളാണ് നമ്മുടെ ഈ ആറന്മുള ക്ഷേത്രത്തിൽ നടക്കുന്നത്. ആറന്മുള വള്ളസദ്യ അത് കഴിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. വിഭവങ്ങളുടെ എണ്ണക്കൂടുതൽ കൊണ്ടാണ് ആറന്മുള വള്ളസദ്യ ചരിത്ര പ്രസിദ്ധമായിരിക്കുന്നത്. ഓണക്കാലത്ത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ആറന്മുള വള്ളസദ്യ കഴിക്കുന്നതിനായി വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.